അപ്പോൾ എന്നോട് ചോദിക്കുന്നത് രണ്ടാമത്തെ ഫോൺ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു മോന് ഒരു ഫോണേ ഉള്ളല്ലോ. അല്ല 2 ഫോണുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾക്ക് വല്ലാത്ത എന്തുവാന്ന് അറിയത്തില്ലല്ലോ. ഓക്കെ, ഞെട്ടിക്കുന്ന നടുക്കുന്ന വീഡിയോ ദൃശ്യം. എൻ്റെ പൊന്നു മനുഷ്യന്മാരുടെ ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾ നല്ല രീതിയിൽ ഫ്രീ ആയിട്ടൊന്ന് ഇരുന്ന് വേണം ഈ വീഡിയോ കാണാൻ. അത്രയും നടുക്കുന്ന വീഡിയോ ദൃശ്യമാണ്. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് വന്ന ആ ഒരു ഗതികേട് വേറെ ഒരാൾക്കും വരരുത് പൊന്നു മനുഷ്യന്മാരെ. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ MLA പദവി പോയി, മന്ത്രിസ്ഥാനം പോയി, എന്നേക്കുമായിട്ട് കോൺഗ്രസിലേക്ക് ഉടൻ തിരിച്ചു വരും, അത് വിഷയം വേറെയാണ്. എന്നാലും കോൺഗ്രസ് എന്ന പ്രസ്താവന പോയി, 4 ആൾക്കെതിരിൽ അദ്ദേഹത്തിൻ്റെ വില പോയി. അങ്ങനെ ഒരു ഗതികേട് വേറെ ഒരാൾക്കും വരരുത്. ഈ വീഡിയോ കാണുന്ന CPM-കാരുണ്ടാവും, BJP-കാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും. പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലിയറായി കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം. ഒരമ്മ, അതായത് 13 വയസ്സുകാരി വ്യാജ പരാതി കൊടുക്കുകയാണ് ഒരു പിഞ്ചോമന പൈതലിനെ. അതായത് ശ്രദ്ധിച്ച് കേൾക്കണേ, 13 വയസ്സുകാരി 14കാരൻ എന്നെ പീഡിപ്പിച്ചു, എന്നെ 4-5 പേര് ഒരുമിച്ച് മറ്റേത് ചെയ്തു എന്നൊക്കെ പോയി പരാതി കൊടുക്കുകയാണ്. വെറും 13കാരി. എന്നാൽ അവളെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവളെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വന്നത്. ആ അമ്മ കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. രാഹുൽ മാങ്കൂടത്തിൻ്റെ കേസ് വന്നപ്പോൾ ഈ ഫാമിലി വിചാരിച്ചത് രാഹുൽ മാങ്കൂടത്തിൽ വലിയൊരു പെൺകോന്തനെന്നും ഇവർ തന്നെ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ. അതായത് പറയുകയാണ്, രാഹുൽ മാങ്കൂടത്തിന് ഒരു കേസ് വന്നപ്പോൾ ഞങ്ങളത് സത്യമെന്ന് വിചാരിച്ചു, റിണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അതിജീവിതന്മാർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു, രാഹുൽ മാങ്കൂടത്തിന് ഞങ്ങൾ വെറുത്തുപോയി എന്ന് പറയുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ അവസ്ഥ വന്നപ്പോൾ വ്യാജ അതിജീവിതന്മാർ അവരുടെ വീട്ടിൽ കളിച്ചപ്പോൾ അവർക്കത് അറിഞ്ഞു. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് അടക്കാം. അവരുടെ ആ ഒരു അമ്മ പറയുന്നതൊക്കെ വെച്ച് തരാം. അതിനു മുമ്പ് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, ഈ വ്യാജ സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത എല്ലാവരും ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ആദ്യം 13കാരി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ 14കാരന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ട് നോക്കാം. ഓക്കെ, ഒരു 13 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെയാണ് മാനെ ഈ ഒരു കേസിലേക്ക് നിന്നെ വലിച്ചഴക്കുന്നത്? അറിയില്ല. അല്ല, അറിയില്ല. ആരാണ് ഈ പെൺകുട്ടി എന്നും അറിയില്ല. ഇല്ല, പെൺകുട്ടി എന്ന് പറയുമ്പം എനിക്ക് ആ ഫോട്ടോ എനിക്ക് കാണിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ആ കുട്ടിയുടെ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് ഇന്ന ആളുടെ അനീതിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടെന്ന് വർഷങ്ങൾക്ക് മുന്നുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഈ ഇടയ്ക്കോ ഇവർ പറയുന്ന ഡേറ്റിലോ ഒന്നും കണ്ടിട്ടില്ല. അതിക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും മർദ്ദനമേറ്റ ഒരു ഹൃദ്രോഗിയായിട്ടുള്ള മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ എന്തായിരുന്നു അത്ര ക്രൂരമായിട്ടുള്ളൊരു പീഡനം ഉണ്ടാകാനുള്ള സാഹചര്യം? ക്രൂരമായ പീഡനം എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള സിവിൽ ഡ്രസ്സിലായിരുന്നു സാർമാരെല്ലാം. അപ്പോൾ ഇവരെന്നെ നേരെ കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിലല്ല ആദ്യം കൊണ്ടുവന്നത്, ഒരു കോട്ടേഴ്സിലാണ് കൊണ്ടുവന്നത്. കോട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് ഇവർ ആദ്യമേ തന്നെ നല്ല തെറിയെല്ലാം വിളിച്ചിട്ട് തന്നെ ഇവരെന്നെ ഒരു മൂലയിൽ കൊണ്ട് ഇരുത്തി ചെരുപ്പെല്ലാം ഊരിട്ട് ഇരുത്തിയിട്ട് തന്നെ എൻ്റെ കാല് നീട്ടി വെച്ചിട്ട്. അറിയുന്നുണ്ട് എന്താ സംഭവം? ഇല്ല, അപ്പോഴും അറിയുന്നില്ലെന്ന് പറയുമ്പോൾ ഇവരെന്നെ പിന്നെ കാല് നീട്ടി വെച്ചിട്ട് ഇവർ പിന്നെ ചോരിലും കൊണ്ട് നല്ലപോലെ അടിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ ചോരിലും കൊണ്ട് കുറേ നേരം അടിച്ചു. കാരണം മാറി അടിച്ചിട്ട് ഇവരെന്നെ 2 ചെവിയിലും പിടിച്ച് പൊക്കി എണീപ്പിച്ചിട്ട് പിടിച്ച് തിരിക്കുമായിരുന്നു ചെവിയിൽ. തിരിച്ചു കഴിഞ്ഞിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്, നീ ആ കുട്ടിയെ കൊണ്ട് നീ അവിടെ പോയി എന്തിനും നിന്റെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ടല്ലോ, CCTV കാണിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുമായിട്ടൊന്നും ഒരു കാര്യങ്ങളും ഇല്ല, അറിയത്തില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ പോയിട്ടുമില്ല. കാരണം പോയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ മാങ്കൂടൊക്കെ. അതായത് കളിക്കാനായിട്ടുള്ള ആവശ്യത്തിനൊക്കെ പോയിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെൻ്റെ മുടിയിലൊക്കെ തിരിച്ച് മുടി പിടിച്ചിട്ട് കറക്കിയിട്ട് കുനിച്ചു വെച്ചു. ആ സമയത്ത് സ്റ്റേഷനിൽ മോൻ മാത്രമേ ഉള്ളൂ പ്രതിയായിട്ട്? ആ സമയത്ത് എന്നെ മർദ്ദിക്കുമ്പോഴത്തേനും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവരെന്നെ മുടിക്ക് പിടിച്ച് താത്ത് വെച്ചിട്ട് പിന്നെ ചോദിച്ചിട്ട് പിന്നെ ഫോട്ടോ കാണിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് ഫോട്ടോ കാണിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സാറെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ഫോട്ടോ കാണിച്ചോളാം എനിക്ക്. പിന്നെ ഫോട്ടോ എനിക്ക് കണ്ട സമയത്താണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടതേ ഉള്ളൂ. കാരണം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. അതിൻ്റെ അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോഴേ ഈ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു, വളരെ ചെറിയ കുട്ടിയായിരുന്നു സമയത്ത്. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അല്ല അല്ലെങ്കിൽ മോൻ അല്ല എന്ന് പറയുമ്പോഴും പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ അവര് പറയുന്നത്, നീ കള്ളമൊന്നും പറയാൻ ശ്രമിക്കണ്ട, നീ പഠിച്ച കള്ളനാ, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. അവർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്നെ വേറൊരു റൂമിലോട്ട് മാറ്റി. അതപ്പോൾ വേറൊരു പയ്യനെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്നെ വേറൊരു റൂമിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടുന്ന് SI മറ്റേ 2-3-4 സാറുമാരും കൂടെ സ്പീഡിൽ കയറി വന്നിട്ട് എൻ്റെ മുടി പിടിച്ചങ്ങ് താത്തങ്ങ് വെച്ച്
സ്പീഡിൽ വന്നിട്ട് എൻ്റെ മുടി നല്ലപോലെ താഴ്ത്തം വെച്ചത്, എന്നെ കുനിച്ചങ്ങ് നിർത്തി. എന്നിട്ട് എൻ്റെ ഒരു ബൂട്ടിട്ട് ഒരാൾ വരാൻ പറഞ്ഞിട്ട് എൻ്റെ കാലിൽ ചവിട്ടുകയും ചെയ്തു. നല്ലപോലെ ചവിട്ടി. 2 കാലിലും? ആ, ഈ കാലിൽ ആദ്യം ചവിട്ടുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എന്നെ മറ്റേ ചെവിക്ക് പിടിച്ച് എണീപ്പിച്ചിട്ട് ഈ കാലിൽ ഇങ്ങനെ ചവിട്ടി. ഈ പാടുകൾ അതിൻ്റെയാണ്? ആ പാടുകൾ. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അപ്പുറത്തെ റൂമിൽ വെച്ചും കാലിൽ ബൂട്ടിട്ട് നല്ലപോലെ ചവിട്ടാൻ, ഈ കാലിൽ അവർ നല്ലപോലെ ചവിട്ടി. പിന്നെ എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ചെരുപ്പിടാതെ എനിക്ക് നല്ലപോലെ നടക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും നടക്കാൻ പറ്റുന്നത്. ശരിക്കും ഈ ഒരു ഇതെല്ലാം 100 വട്ടം പറഞ്ഞു, ഇതെല്ലാം ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മറ്റുള്ള പ്രതികളോടത്ത് എങ്ങനെയായിരുന്നു? അവരെയൊക്കെ മോൻ അറിയാവുന്നവരാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ, എങ്ങനെയാണ്? അവർ സുഹൃത്തെന്ന് പറയുമ്പോൾ ഒരാൾ എൻ്റെ കൂടെ നേരത്തെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിച്ച ആ ഒരു ഇതേ ഉള്ളൂ. ഇവരുമായിട്ടൊന്നും ഈ അടുത്ത സമയത്ത് ഒരു ബന്ധം പോലും ആരുമായിട്ടുമില്ല. കാരണം നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തും അല്ല താമസിക്കുന്നത്. ഫോണിൽ കോണ്ടാക്ട്സ് പോലും ഇല്ല, ആരുടെയും കോണ്ടാക്ട്സ് പോലും ഇല്ല. ഓക്കെ പൊന്നു മനുഷ്യന്മാര്, ആരാണ് ഈ പയ്യൻ വ്യാജ പരാതി കൊടുത്തത്? ഭാഗ്യം കൊണ്ട്, അതായത് എന്തോ ആ കുടുംബം ആർക്കോ ചെയ്ത ഭാഗ്യം കൊണ്ട് അത് തെളിയുകയാണ് വ്യാജ പരാതി എന്ന്. ഈ പൊന്നു പയ്യന്റെ ജീവിതം വെച്ചിട്ടല്ല ആ പെൺകുട്ടി കളിച്ചത്. അതേമാതിരിയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ ജീവിതവും ഇല്ലാതാക്കിയിട്ടാണ് പൊന്നു മനുഷ്യന്മാരെ ആ വൃത്തികെട്ട അതിജീവിതന്മാർ രംഗത്ത് വരുന്നത്. ഈ പയ്യന്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ രംഗം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് അതിജീവിതന്മാരോട് ഒരു പറയുകയാണ്, എടി അതിജീവിതന്മാരെ, നാണമുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? ഒരു പുരുഷന്റെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ, പൈസക്ക് വേണ്ടിയിട്ടും കൊട്ടേഷന് വേണ്ടിയിട്ടും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടും ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ അതിജീവിതന്മാരെ? അതുകൊണ്ട് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നാളെ നിങ്ങളെ വീട്ടിലും വരും. അതുകൊണ്ട് നിങ്ങൾ CPM കാരാണെങ്കിലും BJP കാരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കണം. വെറും കമ്പ്യൂട്ടർ വ്യാജ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത്. അതായത് ഒരു കേസിൽപ്പെട്ടാൽ 4-5 വർഷം നമ്മൾ അതിൻ്റെ പിന്നിൽ നടക്കണം. അതിനുശേഷം നമ്മൾ നിരപരാധി എന്നറിഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ എല്ലാ മീഡിയാസും വലിച്ചു കീറും. നമ്മൾ നിരപരാധി എന്നറിഞ്ഞപ്പോൾ ഒരു മീഡിയാസെങ്കിലും വാർത്ത കൊടുക്കുന്നുണ്ടോ? എന്തിനു വേണം? ഞാനിപ്പോൾ വെച്ച ഈ വാർത്ത മുഖ്യധാര റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടില്ല, ഏഷ്യാനെറ്റിൽ വന്നിട്ടില്ല, 24-ൽ വന്നിട്ടില്ല. നേരെ മറിച്ചിട്ട് 13 കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാ ചാനലിലും വാർത്ത പോയിട്ടുണ്ട്. അതാണ് ആ ഒരു കാലമാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. നമുക്ക് ആ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു വാക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. ശരിക്കും ഈ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി വിചാരിച്ചപ്പോൾ അവന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനം, നാണക്കേട്, അവന്റെ മാനസികാവസ്ഥ. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് രാത്രി 8-8:15 ഒക്കെ കഴിഞ്ഞ് കാണും. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എണീറ്റ് അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷണം കൊടുക്കാൻ അടുക്കളയിലോട്ട് കയറിയപ്പോൾ ഞങ്ങളുടെ പട്ടി ഓടിച്ച്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇവൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും വരുന്നതായിരിക്കുമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ആൾക്കാർ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോലീസില്ലാന്ന് അവരോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിൽ റൂമിനകത്ത് ഒരു പോലീസുകാരെന്ന് അറിയുന്നില്ല, സിവിൽ ഡ്രസ്സാണ്. വന്നിട്ട് നിബിൻ്റെ ഫോൺ എന്തെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് കുത്തിയിട്ടേക്കുന്ന. അന്നേരം ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് 2ാമത്തെ ഫോൺ എന്തിയേ? ഞാൻ പറഞ്ഞു മോന് ഒരു ഫോണേ ഉള്ളല്ലോ. അല്ല 2 ഫോണുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾക്ക് വല്ലാത്ത എന്തുവാന്ന് അറിയത്തില്ലല്ലോ. എന്തോ സാറേ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അത് കാര്യം ഉണ്ടായിട്ടാ നിങ്ങളുടെ മോൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുക. ഞങ്ങൾ ഈ സാറിൻ്റെ പുറകെ ഞാനും എൻ്റെ അമ്മയും കൂടെ കരഞ്ഞു വിളിച്ച് നിലവിളിച്ചുകൊണ്ട് മേളിൽ റോഡിൽ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ മൂത്ത മോനെയും പിടിച്ചു വെച്ചേക്കുക. പത്തനാപുരത്ത് ജിമ്മിന് പോയ എൻ്റെ മൂത്ത മോനെ അവിടുന്ന് കൊലക്കേസ് പ്രതികളെ കൊണ്ടുവരുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ മേളിൽ ചെന്നിട്ട് അപ്പോൾ ഇവനെ അപ്പോഴത്തേന് ഇവർ അട്ടക്കട്ട പിടിച്ചു. അപ്പം അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? എൻ്റെ കുഞ്ഞിനെ പറ്റി എന്തോ കംപ്ലയിൻറ്റ്? അതിപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവകാശമില്ലേ? ഞങ്ങൾ രാത്രിയിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ പിടിച്ചിറക്കി കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആര് തന്ന്, എന്തിന് തന്നെന്നുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് വേണ്ടേ സാർമാരെ എന്ന് ചോദിച്ചപ്പം അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൂടലിലോട്ട് വായെന്ന് പറഞ്ഞ് അപ്പം തന്നെ കയറെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉന്തിക്കയറ്റി കൊണ്ടുപോയി. ഞാൻ അപ്പോഴും കൊണ്ടുപോയപ്പോഴും ഞങ്ങൾ പറയുന്നു കുഞ്ഞിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, ഹാർട്ടിൻ്റെ സാറേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, ചോദ്യം ചെയ്യത്തേ ഉള്ളു എന്നും പറഞ്ഞാൽ കൊണ്ടുപോയത്. ഇവിടുന്ന് പോകുമ്പോൾ വലിയ മോനും ഉണ്ട് ആ കൂട്ടത്തിൽ. എന്നിട്ട് കല്ലുംകടവിൽ ഇറക്കി വലിയ മോനെ വിട്ടു. അപ്പോഴും വലിയ മോൻ ഇവരോട് പറയുന്നത് സാറേ ഉപദ്രവിക്കല്ല, എൻ്റെ അനിയനെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുവാന്നേ താണ് വീണ് പറഞ്ഞതാണ്. അങ്ങനെ അവനെ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ തൊട്ട് പുറകെ ഓട്ടോ വിളിച്ച് അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല.
വലിയ മോനെ അവിടെ. ഞാൻ പറഞ്ഞു എന്തിയ മോനെ കുഞ്ഞിനെ കണ്ടില്ല എങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒറ്റ പോലീസുകാരെ ഇറങ്ങി വന്നിട്ട് പിന്നെ അല്ല ഇന്നതാ കാര്യം, ഇന്നതാ പ്രശ്നം, ഇന്നതാ കേസ്, ഇന്ന ആള് തന്നതാ, ഇതൊന്നും പറഞ്ഞ് നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ പോയി നിൽക്കുക. ആരോട് ചോദിക്കും? ഈ സംഭവത്തിൽ മോൻ പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അലിഗേഷൻ വന്നിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ട് അയൽ ബന്ധമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരാണ്? ഒരു തരത്തിലൊരു ബന്ധമില്ല. അതിന്റെ ചേച്ചിയായിട്ട് ഇവൻ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സൗഹൃദമോ അങ്ങനെ ഒരു സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫോണും യൂസ് ചെയ്യുന്ന ആളല്ല. അന്ന് ഇവൻ പഠിക്കുന്ന കാലത്ത് ഈ പീഡനത്തിന് ഇരയായെന്ന് പറയുന്ന പെൺകുട്ടിക്ക് 4 വയസ്സ്. ഈ വളർന്നത് പിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഈ കുഞ്ഞ് ഏതാണെന്ന്. അപ്പോൾ വർഷങ്ങളായി. അല്ലെ ഫോൺ വഴിയായിട്ട് ഒരു ചാറ്റിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്. ഇതെന്തിനാ ഞങ്ങളെ ഇങ്ങനെ കുടിക്കുകയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യമേ സത്യം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് മർദ്ദിക്കുന്നതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അവിടെ ഇരുന്ന് കരഞ്ഞ് എനിക്കറിയത്തില്ല. പിന്നീട് വീട്ടിൽ വന്നപ്പോഴാണോ മർദ്ദന വിവരം പറയുന്നത്? അതെ, അന്ന് വല്ലല്ലോ. അന്ന് ഞങ്ങൾ 2:45 അവിടുന്ന് ഇറങ്ങുമ്പോൾ പിറ്റേന്ന് വെളുപ്പിൽ പിന്നെയും പോവുക. ഉറങ്ങിയിട്ടില്ല, ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് 4 മണി കഴിഞ്ഞപ്പോഴാണ് സാറുമാർ ഞങ്ങളെ വിളിക്കുന്ന അകത്തോട്ട്. അതുവരെ ഒരു സാറുമാർ വന്നിട്ട് ഏതോ ഒരു സാറ് പറഞ്ഞത് പോക്സോ കേസാണെന്ന്. അപ്പോഴും ഞങ്ങൾക്ക് അതിശയം. ആരെ പേടിപ്പിച്ച്? ഞങ്ങൾക്ക് ഒരെത്തും പിടിയില്ല. ലാസ്റ്റ് 4 മണിയായപ്പം ഈ സാറ് വിളിപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മകൻ നല്ലവനാ, നിങ്ങളുടെ മകൻ്റെ ഫോണിൽ യാതൊരു ഇതുമില്ല, ഞങ്ങളെല്ലാം പരിശോധിച്ചെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വെറുതെ വിട്ട്. അപ്പോഴും ഇവൻ പറയുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന. അപ്പോഴും തന്നെ ഇവൻ്റെ കൂട്ടുകാർ വന്ന് ബൈക്കിൽ കയറ്റി ഇങ്ങ് കൊണ്ടുപോകും. നമുക്ക് സന്തോഷം, നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് വിട്ടല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ മോനെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ അമ്മ എന്നെ തുടരുതെന്ന് പറഞ്ഞു. എന്താ മക്കളെ എന്നെ ഇഷ്ടം പോലെ അടിച്ചമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൻ കാണിക്കുന്ന കാലും എല്ലാം മുടി പിടിച്ച് പിഴുത്. എൻ്റെ കുഞ്ഞിതിനു വേണ്ടി എന്തു ചെയ്ത്? ഈ കൊച്ചിനെ അറിയത്തില്ല, ഇവരാരെ അറിയാമെന്നുള്ളതല്ലാതെ ഈ കൊച്ചിനുമായിട്ട് യാതൊരു ഇതുമില്ല. ഇവൻ്റെ ചേട്ടത്തിയായിട്ട് ഒന്നുമില്ല. പഠിച്ചു എന്നുള്ളത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഇപ്പം ഈ ചാനലും ഈ കോടതി എല്ലാം പെൺപിള്ളേർക്ക് അനുകൂലമാണ്. പക്ഷേ ഇതേപോലെ ആൺപിള്ളേർക്ക് എന്തുകൊണ്ട് ഒരു അനുകൂല സാഹചര്യം? ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന എത്ര എണ്ണം ഉണ്ട്. പക്ഷെ അവർക്ക് ആരും സുരക്ഷിതത്വം കൊടുക്കുന്നില്ല. ഈ കൊച്ചിനെ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് മറച്ച് ഇങ്ങനെ പിടിക്കുന്നു? ഞങ്ങൾക്കതിനെ കാണണം, ഞങ്ങൾക്ക് അതിനോട് സംസാരിക്കണം. ആര് പറഞ്ഞിട്ടാണ് ഈ വേല ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണം. 13 വയസ്സേ ഉള്ളൂ, കാര്യം ശരി. പക്ഷേ ഈ 30 വയസ്സിൻ്റെ പ്രവൃത്തി ചെയ്ത ഈ കുട്ടി നിസ്സാരക്കാരിയാണോ? നാളെ ഒരു സമയത്ത് വേറൊരുത്തനെ ചൂണ്ടിക്കാട്ടി അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇതേപോലെ കൊണ്ടിട്ട് മർദ്ദിക്കത്തില്ലയോ? ആ മാതാപിതാക്കൾ അനുഭവിച്ച മാനസിക പീഡനം, എൻ്റെ കുഞ്ഞ് അകത്ത് കിടന്ന് മാനസിക പീഡനം, ശാരീരിക പീഡനം അനുഭവിച്ച് ഇത് ഞങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? എവിടെ കൊണ്ടാണ് ഞങ്ങൾ തീർക്കേണ്ടത്? രോഗിയാണ്, നിങ്ങൾ കണ്ടല്ലോ ഓപ്പറേഷൻ ചെയ്തിട്ടേക്കുന്നത്. ഞങ്ങൾ ലോൺ എടുത്ത ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യിപ്പിച്ച് ഇപ്പം ഇത്രയും മേലിലാക്കി വെച്ചേക്കുന്നത്. ഇടിച്ച് എന്തെങ്കിലും ആയിപ്പോയ എനിക്ക് പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നേ? അല്ലിപ്പോട്ടെ ഒരു ഫോൺ കോൾ ചെയ്തിട്ടുണ്ടോ, ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ 20 ആ പോലീസുകാർ ആ സർക്കിൾ തന്നെ പറയുന്നു 20 വയസ്സുകാരൻ്റെ ഫോൺ നോക്കിയിട്ട് അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ വന്ന കാലം 10 വയസ്സ് മുതലുള്ളതേ പല ഫോണിനകത്ത് പല കാര്യങ്ങളാണ്. ഇവൻ്റെ ഫോണിൽ പെണ്ണുങ്ങളുടെ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ അല്ലാതെ ഒരൊറ്റ വ്യക്തിയുടെ ഫോൺ നമ്പറില്ല. ചോദ്യം ചെയ്ത് ശരി, ഇവനെ എന്തിനു ഉപദ്രവിച്ചു? അതാര് പറഞ്ഞിട്ട് ഉപദ്രവിച്ചു? അതുകൊണ്ട് പോലീസുകാരും ഇതിന് മറുപടി പറയണം. ഈ കൊച്ചിനെ കൊണ്ട് എനിക്കത് മറുപടി കേട്ടേ പറ്റും. അതിന് ഏത് അറ്റം വരെ. ഞങ്ങൾ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തവരാണ്, വാടകയ്ക്ക് താമസിക്കാൻ. ഇനി എൻ്റെ കുഞ്ഞെങ്ങനെ സമൂഹത്തിൽ പോകും? ഇനി ആ സ്ഥാപനത്തിൽ എൻ്റെ കുഞ്ഞിനെ ജോലിക്ക് എടുക്കുമോ? ഇത് കള്ളവോ ഉള്ളതോ ഇതൊന്നും അല്ല പ്രശ്നം. ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അവിടെ പോയി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ വാടക കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഈ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങളുടെ അവസ്ഥ ഇപ്പം ഞങ്ങൾ പെരുവഴി നിൽക്കുന്ന പോലെ അല്ലയോ ഞങ്ങളുടെ അവസ്ഥ? പൊന്നുമനുഷ്യന്മാരെ, വളരെ വളരെ സങ്കടപ്പെടുത്തുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇതേ അവസ്ഥയാണ് രാഹുൽ മാങ്കൂടത്തിനും പറ്റിയതൊക്കെ. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൻ്റെ അവസ്ഥ സെയിം ആണ്. ഇവിടെ കുട്ടികൾ ഇങ്ങനെ കളിച്ചു, അവിടെ മുതിർന്നവർ ഇങ്ങനെ കളിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യാജ പരാതി കൊടുക്കുന്ന 12 വയസ്സുകാരിയാണെങ്കിലും 20 വയസ്സുകാരിയാണെങ്കിലും അല്ലെങ്കിൽ 10 വയസ്സുകാരനാണെങ്കിലും 20 വയസ്സുകാരനാണെങ്കിലും ആരാണെങ്കിലും അവറ്റകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.